ഹലോ, നമസ്കാരം. നാടാകെ ചുമ കുരയായി മാറുന്ന ഒരവസ്ഥയാണ്. സാധാരണയായി വൈറൽ ഫീവറിന് അനുബന്ധമായിട്ട് അപ്പർ റെസ്പിറേറ്ററി ട്രാക്ട് ഇൻഫെക്ഷൻ വരികയും അത് പ്രോപ്പറായിട്ട് മാനേജ് ചെയ്യാതിരിക്കുകയും ചെയ്യുമ്പോൾ അത് ഒരു അലർജിക്ക് ടൂസീവ് കഫാവുകയും ചിലർക്ക് പ്രൊഡക്റ്റീവ് കഫാവുകയും അത് ക്രമേണ ശ്വാസം മുട്ടിലേക്കും മറ്റ് അനുബന്ധ പ്രശ്നങ്ങളിലേക്കും വഴി വയ്ക്കുകയും ഒക്കെ ചെയ്യുന്നത് വർഷാവർഷം കാലാവസ്ഥാ വ്യതിയാനം വരുമ്പോൾ സാർവത്രികമാണ് നാട്ടിൽ. പക്ഷേ ഇപ്പോൾ പതിവിന് വിരുദ്ധമായി 2, 3, 4 മാസമായിട്ട് ആൾക്കാർ ചുമച്ച് മരിക്കുകയാണ്. ചുമ കുരയായി മാറുകയുമാണ്. പലരും ഒറ്റമൂലി വൈദ്യങ്ങളും സൂപ്പർ സ്പെഷ്യാലിറ്റി വൈദ്യങ്ങളുമൊക്കെ പരീക്ഷിച്ച് മടുത്ത് അവസാനം നിരുപാധികം മെഡിക്കൽ ഷോപ്പിലെ പല പാരമ്പര്യ ഫാർമസിസ്റ്റുകളുടെയും കൈപുണ്യത്തെ പരീക്ഷിക്കുകയാണ്. ഇത്തരത്തിൽ നാനാവിധമായ കോഫ് സിറപ്പുകൾ വാങ്ങി വിഴുങ്ങുകയാണ്, ഗുളികകൾ വാങ്ങി കഴിക്കുകയാണ്. ഇവ എല്ലാം തന്നെ ഹൃദയത്തിൻ്റെ സ്പന്ദനത്തിൻ്റെ നിരക്കിന് വ്യതിയാനം വരുത്തുന്ന പല രാസദ്രവ്യങ്ങളുമാണ് എന്ന് പലരും അറിയാതെ പോകുന്നു എന്നുള്ളതാണ് പരമാർത്ഥം. ഷെഡ്യൂൾ എച്ച് ഡ്രഗ് വിഭാഗത്തിൽ വരുന്ന അസ്താലിൻ, അംബ്രോഡിൽ, സാൽബ്യൂട്ടമോൾ, ഗുവാഫെപ്സിൻ, ടെർബ്യൂട്ടാലിൻ ഇത്യാദി സാധനങ്ങൾ നിരുപാധികം മാസങ്ങളോളം കഴിക്കുന്നത്, പ്രത്യേകിച്ച് ഡോക്ടറുടെ നിരീക്ഷണത്തിലല്ലാതെ കഴിക്കുന്നത് വലിയൊരു കെണിയാണ്, വലിയൊരു വിനയാണ്, വലിയൊരു ആരോഗ്യ അപക്ഷയത്തിന് വഴിവെക്കലാണ് എന്ന് പറയാനാണ് ഈ സന്ദർഭം ഞാൻ നിങ്ങളോട് കടം ചോദിച്ചത്. മറ്റൊരു കാര്യം, ആൻറ്റി ടൂസീവ് കഫുകൾ നിയന്ത്രിക്കുന്നതിനായിട്ട് ഈ ആൻറ്റി ഹിസ്റ്റമിൻ ഡ്രഗുകൾ പതിവായിട്ട് വാങ്ങി വിഴുങ്ങുന്ന ശീലം, അത് സുശീലമാണോ ദുശീലമാണോ എന്ന് ഈ കഴിക്കുന്നവർക്ക് വലിയ ബോധ്യമൊന്നുമില്ല. പക്ഷേ ഇത് മദ്യത്തെ പോലെ തന്നെ അഡിക്ഷൻ ഉണ്ടാക്കുന്ന സാധനങ്ങളാണ്. ഇതുപയോഗിച്ചിട്ട് ഡ്രൈവ് ചെയ്യുക, ഇതുപയോഗിച്ചിട്ട് നിർണായകമായ നമ്മുടെ അറ്റൻഷൻ കൂടുതൽ ആവശ്യമുള്ള ജോലികൾ ചെയ്യുക. ഈവൻ ക്യാഷ് കൗണ്ടറിലുള്ളവർക്ക് തന്നെ കാശ് ട്രാൻസാക്ഷനിൽ മിസ്റ്റേക്ക് വരാനുള്ള സാധ്യത കൂടുതലാണ്. നമ്മുടെ നെഗോഷിയേഷൻ പവർ വ്യത്യാസപ്പെടുത്തും. ഈവൻ ഉറക്കം വന്നില്ലെങ്കിൽ തന്നെയും ഈ ഡിസ്റ്റൻസ് നെഗോഷിയേറ്റ് ചെയ്യുന്ന കാര്യങ്ങൾ ഇത്യാദി പ്രശ്നങ്ങളുള്ളതുകൊണ്ട് വാഹനം ഡ്രൈവ് ചെയ്യുന്നവർ വണ്ടിയുടെ ബ്രേക്കിങ് ഡിസ്റ്റൻസും മറ്റ് കാര്യങ്ങളും ഒക്കെ നിയന്ത്രിക്കുന്നതിനും അത് നേരായ രീതിയിൽ പ്രവർത്തിപ്പിക്കുന്നതിനുമൊക്കെ കഴിയാതെ വരുന്നു. ഇതുവഴി വരുത്തുന്ന വിനകളും വിനാശങ്ങളും വളരെ വലുതാണ്. അപ്പോൾ ഈ ദയവായി ചുമയുടെ മരുന്നുകൾ ചുമ കിട്ടിയാലും കഴിക്കരുത്. ചുമയുടെ മരുന്നുകൾ ഡോക്ടറുടെ സൂപ്പർവിഷനിൽ മാത്രമേ കഴിക്കാവൂ. പിന്നെ ഏത് സിസ്റ്റം കഴിക്കണം, എന്ത് മരുന്ന് കഴിക്കണം എന്നൊക്കെ ഉള്ളത് അവരവരുടെ അനുഭവത്താൽ ബോധ്യം വന്ന് ചെയ്യേണ്ടതാണ്. അപ്പോൾ ഇത്തരം ഒരു ജനറൽ പ്ലാറ്റ്ഫോമിൽ ഇന്ന വിഭാഗം ചികിത്സാ രീതി ഇതിന് ഫലവത്താണ്, ഫലപ്രദമാണ്, എല്ലാവരും അത് കഴിക്കണം എന്ന് പറയുന്നതിൽ അർത്ഥമില്ലല്ലോ. അതൊക്കെ ഓരോരുത്തർ ബൗദ്ധികമായിട്ട് വിചാരണയും വിചിന്തനവും നടത്തി ചെയ്യേണ്ടതാണ്. ഏവരും ശ്രദ്ധിക്കുമല്ലോ.